അടുത്ത തെരഞ്ഞെടുപ്പിൽ CPI ഇടതുമുന്നണിയിൽ ഉണ്ടാവില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. ലാവലിനടക്കമുള്ള വിഷയങ്ങളിൽ CPIയുടെ നിലപാട് തെളിയിക്കുന്നത് അതാണ്. അതേസമയം ഹസന്റെയും KPA മജീദിന്റെയും പ്രസ്താവനകൾ ഇടതു നേതൃത്വം തള്ളി. അഴിമതിയുടെ കാര്യത്തിൽ CPIഎമ്മിന് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞ MM ഹസൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ CPI ഇടതുമുന്നണിയിൽ ഉണ്ടാകില്ലെന്നും പറഞ്ഞു. മാർക്സിസ്റ്റ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ CPMന്റെ തലപ്പത്ത് VS അച്യുതാനന്ദനോ ഇടതുമുന്നണിയിൽ CPIയോ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പ്രവചിക്കുകയാണ്. LDFലെ ഒരു കക്ഷിയുമായി ചർച്ച നടന്നുവെന്ന് KPA മജീദ് പറഞ്ഞത് വെറുതെയല്ല. ചിലത് നടന്നതുകൊണ്ടാണല്ലോ KPA മജീദ് അങ്ങനെ പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിനെ വെളിപ്പെടുത്താൻ പറ്റും. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ കാനം രാജേന്ദ്രൻ ആരുമായി ചർച്ച നടത്തിയെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. നടുറോഡിൽ വിവസ്ത്രനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കയറി കെട്ടിപ്പിടിക്കാൻ ആരെങ്കിലും പോവോ? അങ്ങനെയല്ലേ കേരള രാഷ്ട്രീയത്തിൽ UDF നിൽക്കുന്നത്? KPA മജീദിന്റെ പ്രസ്താവനയെ പന്ന്യൻ രവീന്ദ്രനും തള്ളി. രാഷ്ട്രീയമെന്ന് പറയുന്ന മലപ്പുറത്ത് ചുറ്റിക്കറങ്ങിയാണെന്ന ധാരണയാണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ ദൈനംദിന രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചോ പിടിപാടിൽ ആരും അങ്ങനെ ഒരു വാക്ക് പറയില്ല. മജീദിന്റെ തുളയുള്ള ചാക്കിൽ ആരും കയറില്ലെന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. ഇപ്പുറത്ത് ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാക്കുമായി നടക്കുകയാണ് KPA മജീദ്. പക്ഷേ ആ ചാക്ക് ഒരു തുളയുള്ള ചാക്കാണെന്ന് മജീദ് മനസ്സിലാക്കണം. ആ ചാക്കിൽ ആരും കയറിയാൻ നിൽക്കാൻ പോകുന്നില്ല എന്നതാണ് UDFന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.